1977 ഇടുക്കി നിയോജക മണ്ഡലം രൂപീകൃതമാകുന്നത്. 2026 നമ്മളിപ്പോൾ എത്തുന്ന സമയത്ത് ഇവിടെ ഈ കഴിഞ്ഞ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ഇടുക്കി നിയോജക മണ്ഡലത്തിനകത്ത് UDF ഉണ്ടായിട്ടുള്ള ഒരു മേൽക്കൈയുണ്ട്. ഏകദേശം എനിക്കൊന്ന് 15,000-ഓളം വോട്ടിൻ്റെ ഒരു ലീഡ് അല്ലെങ്കിൽ മേൽക്കൈ നേടാൻ വേണ്ടിയിട്ട് UDF സാധിച്ചിട്ടുണ്ട്. ഈ മേൽക്കൈ കണ്ടുകൊണ്ടാണ് ഇടുക്കി ജില്ലയിലെ കോൺഗ്രസ്സുകാരെല്ലാവരും ഇടുക്കി മണ്ഡലത്തിൽ മത്സരിക്കാൻ വേണ്ടിയിട്ട് കിടന്ന് ഇടി കൂട്ടുന്നത്. അവിടെ കൈപ്പത്തി ചിഹ്നത്തിൽ മത്സരിച്ചാൽ വിജയിക്കും എന്നൊക്കെയുള്ളൊരു പ്രതീക്ഷയാണ് ആർക്കുള്ളത്? കോൺഗ്രസ് പാർട്ടി നേതാക്കന്മാർക്കുള്ളത്. ഒരു കാര്യം നമുക്ക് ഉറപ്പിച്ചു പറയാൻ വേണ്ടിയിട്ട് സാധിക്കും, കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയാണ് വരുന്നതെങ്കിൽ ജോസഫിന്റെ ആൾക്കാർ കാലുവാരും. ഏതൊക്കെയാലും UDF ഇടുക്കി ഒരു ബാലികേറാമലയായിട്ടുണ്ട് എന്നുള്ളത് ഒരു സത്യമാണ്. നമസ്കാരം. ഇടുക്കി സീറ്റിന് വേണ്ടി പിടിവലി കൂടുകയാണ് കേരള കോൺഗ്രസും. തങ്ങളുടെ കയ്യിലിരിക്കുന്ന സീറ്റ് വിട്ടുകൊടുക്കില്ലെന്ന് കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പ് ആവർത്തിക്കുമ്പോഴും ഇത്തവണ കൈപ്പത്തിയിൽ തന്നെ മത്സരിക്കുമെന്ന വാശിയിലാണ് കോൺഗ്രസും. ഈ ഒരു പിടിവലിയിൽ ആരായിരിക്കും വിജയിക്കാൻ പോകുന്നത്? നമ്മുടെ കാര്യം മനസ്സിലാക്കേണ്ടത് 1977 ഇടുക്കി നിയോജക മണ്ഡലം രൂപീകൃതമാകുന്നത്. ഇടുക്കി നിയോജക മണ്ഡലം രൂപീകൃതമായതിനു ശേഷം 1987 മുതൽ 91 വരെയുള്ള കാലഘട്ടത്തിൽ റോസമ്മ ചാക്കോ എന്ന് പറയുന്ന മുൻ KPCC വൈസ് പ്രസിഡന്റൊക്കെയാണ് അവർ മാത്രമാണ് ഇടുക്കിയിൽ നിന്നൊരു കോൺഗ്രസിന്റെ കൈപ്പത്തി ചിഹ്നത്തിൽ മത്സരിച്ച് വിജയിച്ച് MLA ആയിട്ടുള്ള ആൾ. പിന്നീട് ഇങ്ങോട്ട് നോക്കുന്ന സമയത്ത് എപ്പോഴും ഈ 1987 മുതൽ 91 വരെ ഇവർ MLA ആയിരുന്നു എന്ന് ഞാൻ പറഞ്ഞു. 91 എന്തുകൊണ്ട് ഇവർക്ക് സീറ്റ് കിട്ടിയിട്ടില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 91 ശ്രീ K കരുണാകരൻ ഗ്രൂപ്പിൽ നിന്ന് ഇവർ A ഗ്രൂപ്പിലേക്ക് മാറുന്നൊരു കാഴ്ചയുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും മണലൂർ കൊണ്ടുപോയിട്ട് ശ്രീ VM സുധീരൻ റോസമ്മ ചാക്കോയെ നിർത്തി മത്സരിപ്പിക്കുകയും വിജയിപ്പിക്കുകയൊക്കെ ചെയ്തു. അതിനൊരു ഗ്രൂപ്പ് രാഷ്ട്രീയത്തിന്റെ ഭാഗമായിട്ടാണ് ഇങ്ങനത്തെ ഒരു ചേഞ്ച് ഉണ്ടായത് എന്നുകൂടെ നമ്മൾ മനസ്സിലാക്കാനായിട്ട്. അതിനുവേണ്ടിയിട്ട് K കരുണാകരൻ മുമ്പോട്ട് വെച്ച കാര്യം എന്താണെന്ന് ചോദിച്ചത്, കേരള കോൺഗ്രസ് M ഈ സീറ്റ് ആവശ്യപ്പെട്ടിരിക്കുന്നു, അതുകൊണ്ട് ഇടുക്കി സീറ്റ് കേരള കോൺഗ്രസ് M കൊടുക്കണമെന്നുള്ള ലീഡർ ശ്രീ K കരുണാകരന്റെ ഒരു തന്ത്രം അവിടെ വിജയിച്ചതിനെ തുടർന്നാണ് ഈ സീറ്റ് കേരള കോൺഗ്രസ് M കൈകളിലേക്ക് എത്തുന്നത്. കേരള കോൺഗ്രസ് M വേണ്ടിയിട്ട് അവിടെ മാത്യു സ്റ്റീഫൻ മത്സരിക്കുകയും വിജയിക്കുകയൊക്കെ ചെയ്തു. എന്നാൽ അതിനുശേഷം 2001 എത്തുന്ന സമയത്ത് ഈ മാത്യു സ്റ്റീഫനും ജോണി നെല്ലൂർ, TM ജേക്കബ്, PM മാത്യു അടങ്ങുന്ന സംഘം കേരള കോൺഗ്രസ് M പിളർത്തിക്കൊണ്ട് കേരള കോൺഗ്രസ് ജേക്കബ് ഗ്രൂപ്പ് എന്നൊരു പുതിയ പാർട്ടി ഉണ്ടാക്കി. അങ്ങനെ പുതിയ പാർട്ടി ഉണ്ടാക്കിയതിന് ശേഷം വന്ന തെരഞ്ഞെടുപ്പാണ് 2001 തെരഞ്ഞെടുപ്പ്. ഈ 2001 തെരഞ്ഞെടുപ്പിൽ ഇടുക്കി സീറ്റിന് വേണ്ടിയിട്ട് കേരള കോൺഗ്രസ് ജേക്കബ് ഗ്രൂപ്പും അതോടൊപ്പം തന്നെ കേരള കോൺഗ്രസ് M അതായത് KM മാണി സാറിന്റെ പാർട്ടിയും ശക്തമായിട്ട് നിലയുറപ്പിച്ചു. ഒടുവിൽ KM മാണി സാറിന്റെ ശക്തമായ ഇടപെടലുകളെ തുടർന്ന് നിർബന്ധമായിട്ടും ഇടുക്കി സീറ്റ് തങ്ങൾക്ക് ലഭിച്ചേ മതിയാകൂ എന്ന ഒരു ഉറച്ച തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ 2001 ഇടുക്കി സീറ്റ് കേരള കോൺഗ്രസ് M തന്നെ ലഭിക്കുകയും 1996 പേരാമ്പ്രയിൽ നിന്ന് മത്സരിച്ച് പരാജയപ്പെട്ട KSCJ സംസ്ഥാന പ്രസിഡന്റായിരുന്ന ശ്രീ റോഷി അഗസ്റ്റിൻ, എനിക്കൊന്നു അദ്ദേഹം മത്സരിക്കാൻ വരുന്ന സമയത്ത് അദ്ദേഹം യൂത്ത് ഫ്രണ്ട് M സംസ്ഥാന പ്രസിഡന്റ് ആയിട്ടുണ്ടാവാൻ ഉള്ള സാധ്യതയുണ്ട്. അങ്ങനെയാണ് റോഷി അഗസ്റ്റിൻ ഇവിടെ ഇടുക്കിയിൽ നിന്നുകൊണ്ട് ആദ്യമായിട്ട് 2001 മത്സരിക്കുകയും വിജയിക്കുകയും ചെയ്തിട്ടുള്ളത്. 2001 അദ്ദേഹം മത്സരിക്കുന്ന സമയത്ത് വളരെ വലിയൊരു ഭൂരിപക്ഷത്തിലാണ് അദ്ദേഹം വിജയിച്ചിട്ടുള്ളത്. പിന്നെ തുടർന്ന് 2006, 2011 മൊത്തം നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ ഏകദേശം 25 വർഷത്തോളം ശ്രീ റോഷി അഗസ്റ്റിൻ ഇടുക്കിയുടെ MLA ആയിട്ട് തുടർന്നു എന്നുള്ളതാണ് വാസ്തവം. അപ്പോൾ നമ്മൾ ഓരോ ഇലക്ഷൻ എടുത്ത് പരിശോധിക്കുന്ന സമയത്ത്, ഇപ്പോൾ 2011 ഇലക്ഷൻ എടുത്ത് പരിശോധിക്കുന്ന സമയത്ത് ഏകദേശം റോഷി അഗസ്റ്റിൻ അന്ന് കേരള കോൺഗ്രസ് M സ്ഥാനാർത്ഥിയോട് മത്സരിക്കുമ്പോൾ 65,734 വോട്ടുകൾ നേടുകയുണ്ടായി. എന്നാൽ അന്ന് ഇദ്ദേഹത്തിനെതിരെ മത്സരിച്ചിരുന്നത് CPIM CV വർഗീസാണ്. അദ്ദേഹം നേടിയത് 49,928 വോട്ട് മാത്രമാണ്. ഈ CV വർഗീസാണ് ഇന്നിപ്പോൾ CPIM ജില്ലാ സെക്രട്ടറി ആയിട്ട് ഇടുക്കിയിരിക്കുന്നത്. അത് കഴിഞ്ഞാൽ അന്ന് CC കൃഷ്ണനാണ് BJP സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ചത്. വെറും 3013 വോട്ടുകൾ മാത്രമാണ് അദ്ദേഹത്തിന് നേടാൻ വേണ്ടിയിട്ട് സാധിച്ചത്. അവിടെ നിന്ന് 2016 വരുന്ന സമയത്ത് എന്താണ് സംഭവിച്ചത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റോഷി അഗസ്റ്റിന് ഏകദേശം 60,556 വോട്ടുകൾ നേടുന്ന കാഴ്ച കണ്ടു. എതിരായിട്ട് വന്നിരുന്നത് കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിലെ, അതായത് അതോ ജനാധിപത്യ കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പല്ല, അന്ന് ഇവർ ഇടതുപക്ഷത്തിൻ്റെ കൂട്ടത്തിൽ നിൽക്കുകയാണ് ഇത്. കാരണം PJ ജോസഫ് KM മാണിയിൽ വന്ന് ലയിക്കുന്ന സമയത്ത് PJ ജോസഫ് കൂടെ നിന്ന് വിട്ടിട്ട് ഫ്രാൻസിസ് ജോർജ്, ആന്റണി രാജു ഒക്കെ ഉൾപ്പെടെയുള്ള ആളുകൾ ചേർന്ന് രൂപീകരിച്ച പാർട്ടിയാണ് ജനാധിപത്യ കേരള കോൺഗ്രസ് എന്ന് പറയുന്നത്. ജനാധിപത്യ കേരള കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടി ഈ ഒരു തെരഞ്ഞെടുപ്പോടുകൂടി ഇല്ലാണ്ടാവുകയാണ്. ഇപ്രാവശ്യം ആന്റണി രാജുവിന് തിരുവനന്തപുരം സീറ്റ് കിട്ടാനായിട്ടുള്ള സാധ്യതയില്ല. കാരണം ജെട്ടിമോഷണവുമായി ബന്ധപ്പെട്ടിട്ട് അദ്ദേഹത്തിനെതിരെ ഉയർന്നിരിക്കുന്ന ആരോപണങ്ങളും കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുന്ന സമയത്ത് സീറ്റ് കിട്ടാനായിട്ടുള്ള യാതൊരുവിധ സാധ്യതകളും അവിടെ ഇല്ല എന്നുകൊണ്ട് മനസ്സിലാക്കാനായിട്ട്. അങ്ങനെ സീറ്റില്ലാത്ത അല്ലെങ്കിൽ MLA ഇല്ലാത്ത ഒരു പാർട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എല്ലാവർക്കും മനസ്സിലാക്കാവുന്ന കാര്യമുള്ളൂ. പിന്നെ ആ പാർട്ടിയുടെ ഒരു അവസ്ഥ എന്തായിരിക്കും എന്നുള്ളത് നമ്മൾ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. അപ്പോൾ 2016 ശ്രീ ഫ്രാൻസിസ് ജോർജ് ആണ് അവിടെ മത്സരിച്ചിരുന്നത്. അദ്ദേഹത്തെ റോഷി അഗസ്റ്റിൻ പരാജയപ്പെടുത്തിയത് ഏകദേശം 10,200 പരം വോട്ടിന്റെ ഭൂരിപക്ഷത്തിനാണ് പരാജയപ്പെടുത്തിയിരുന്നത്. പക്ഷേ അന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്തായിരുന്നു വെച്ചാൽ 2016 BDJS രൂപീകരണത്തിന് ശേഷം BDJS സ്ഥാനാർത്ഥികൾ മത്സരിച്ചിരുന്ന ഒരു ഇലക്ഷനായിരുന്നു. അപ്പോൾ ഇടുക്കി നിയോജക മണ്ഡലത്തിൽ തന്നെ അവർ 27,000 പരം വോട്ടുകൾ
അവർ നേടി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത. 2011 വെറും 3013 വോട്ടിൽ കിടന്നിരുന്ന BJP അല്ലെങ്കിൽ NDA സഖ്യമാണ് BDJS എന്ന പുതിയ പാർട്ടി NDAയുടെ ഭാഗമായിട്ട് വന്നതോടുകൂടി ഇത്രയും വോട്ട്, അതായത് ഏകദേശം 27,000 എന്ന് പറയുമ്പോഴത്തേക്ക് 24,000-ൽ പരം വോട്ട് കൂടുതലാണ് നേടിയിട്ടുള്ളത്. അപ്പോൾ അത് വലിയൊരു നേട്ടമായിട്ട് തന്നെ BJPക്ക് അവകാശപ്പെടാൻ വേണ്ടി സാധിക്കുന്നതാണ്. അവിടെ നിന്ന് പിന്നീട് നമ്മൾ 2021 വരുന്ന സമയത്ത് 2021 വരുന്ന സമയത്ത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റോഷി അഗസ്റ്റിൻ UDF വിട്ടിട്ട് LDF എത്തുന്ന കാഴ്ച നമ്മൾ കണ്ടിരുന്നു. കാരണം UDF നിന്ന് കേരള കോൺഗ്രസ് എമ്മിനെ പുറത്താക്കിയതിനു ശേഷം LDF കേരള കോൺഗ്രസ് എമ്മിന് അഭയം നൽകുകയും ചെയ്തു. അവിടെ റോഷി അഗസ്റ്റിൻ പരാജയപ്പെടും എന്നുള്ള രീതിയിലുള്ള വലിയ പ്രചരണങ്ങൾ നടന്നു. പക്ഷേ അതിനെല്ലാം അതിജീവിച്ചുകൊണ്ട് അദ്ദേഹം 62,000 വോട്ടുകൾ നേടി 2021. അന്ന് അദ്ദേഹത്തിന് എതിർ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ചിരുന്നത് വീണ്ടും ജനാധിപത്യ കേരള കോൺഗ്രസ് ഒക്കെ വിട്ട് വീണ്ടും കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിലേക്ക് തിരിച്ചെത്തിയ ഫ്രാൻസിസ് ജോർജ്. അതായത് KM മാണി സാറിന്റെ മരണശേഷം PJ ജോസഫ് സാറിന് ചെയർമാനാകണം എന്നുള്ളൊരു വലിയ ആഗ്രഹമായിരുന്നു. അതിനുവേണ്ടിയിട്ട് ഒരുപാട് ചതിവും പരിപാടികളൊക്കെ ആയിട്ട് PJ ജോസഫ് സാർ ഇറങ്ങി. പക്ഷേ അതിനെല്ലാം അതിജീവിച്ചുകൊണ്ട് കേരള കോൺഗ്രസ് എമ്മിന്റെ ചെയർമാനായിട്ട് ജോസ് K മാണി വരികയും അതിലുള്ള ഒരു അതൃപ്തി വ്യക്തമാക്കിക്കൊണ്ട് 2019 നടന്ന ഉപതെരഞ്ഞെടുപ്പിലൊക്കെ നമുക്കറിയാം ഏതൊക്കെ തരത്തിൽ UDFന്റെ സ്ഥാനാർത്ഥിയായിരുന്ന ടോം ജോസിനെ പരാജയപ്പെടുത്താൻ വേണ്ടിയിട്ട് UDFനകത്തു നിന്നുകൊണ്ട് തന്നെ PJ ജോസഫും അദ്ദേഹത്തിന്റെ പാർട്ടിയും കാട്ടിക്കൂട്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യം കൂടിയാണ്. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് PJ ജോസഫ് വീണ്ടും കേരള കോൺഗ്രസ് എമ്മിൽ സെപ്പറേറ്റ് ആവുന്ന സമയത്താണ് ഫ്രാൻസിസ് ജോർജ് വീണ്ടും എവിടേക്ക് വരുന്നത്, UDFന്റെ ഭാഗമായിട്ടുള്ള അല്ലെങ്കിൽ PJ ജോസഫിന്റെ പക്ഷത്തേക്ക് വരുന്നത്. അദ്ദേഹത്തെ അന്ന് ഏകദേശം 6,000-ൽ പരം വോട്ടിന്റെ ഭൂരിപക്ഷത്തിനാണ് പരാജയപ്പെടുത്തിയിട്ടുള്ളത്. ഇപ്പോൾ 2026 നമ്മളിപ്പോൾ എത്തുന്ന സമയത്ത് ഇവിടെ ഈ കഴിഞ്ഞ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ഇടുക്കി നിയോജക മണ്ഡലത്തിനകത്ത് UDFന് ഉണ്ടായിട്ടുള്ള ഒരു മേൽക്കൈയുണ്ട്. ഏകദേശം എനിക്കൊന്ന് 15,000-ഓളം വോട്ടിന്റെ ഒരു ലീഡ് അല്ലെങ്കിൽ മേൽക്കൈ നേടാൻ വേണ്ടിയിട്ട് UDFന് സാധിച്ചിട്ടുണ്ട്. ഈ മേൽക്കൈ കണ്ടുകൊണ്ടാണ് ഇടുക്കി ജില്ലയിലെ കോൺഗ്രസ്സുകാരെല്ലാവരും ഇടുക്കി മണ്ഡലത്തിൽ മത്സരിക്കാൻ വേണ്ടിയിട്ട് കിടന്ന് ഇടി കൂട്ടുന്നത്. ഇപ്പം ഇതിനകത്ത് പല പല പേരുകളാണ് ഉയർന്നു വരുന്നത്. ഇടുക്കി MP ആയിട്ടുള്ള ഡീൻ കുര്യാക്കോസിന്റെ പേര് തുടങ്ങി, DCC പ്രസിഡന്റായിട്ടുള്ള CP മാത്യുവിന്റെ പേര് തുടങ്ങി, അതോടൊപ്പം തന്നെ ജോയ് വെട്ടിക്കുഴി എന്ന് പറയുന്ന UDFന്റെ ജില്ലാ കൺവീനറും ജില്ലാ ചെയർമാനും ആരോ ഒരാളാണ് അദ്ദേഹം. അദ്ദേഹമൊക്കെ എല്ലാ ദിവസവും രാവിലെയും വൈകിട്ടും പത്രപ്രസ്താവന ഇറക്കുകയാണ്. കാരണം PJ ജോസഫിന്റെ പാർട്ടിക്കെതിരെ. കാരണം PJ ജോസഫിന്റെ പാർട്ടി UDFലാണ് എന്നുള്ള ഒരു സാമാന്യ ബോധം പോലും ഇല്ലാത്ത രീതിയിലുള്ള പ്രസ്താവനകളാണ് അവിടെ ഈ ഇറക്കിക്കൊണ്ടിരിക്കുന്നത്, പ്രാദേശികമായിട്ട് ഇറക്കിക്കൊണ്ടിരിക്കുന്നത് എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാനായിട്ട്. അതുകൂടാണ്ട് കേരളത്തിലെ എല്ലാ ദൃശ്യമാധ്യമങ്ങളും ചർച്ച ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്ക് മാറിയിരിക്കുന്നു ഇടുക്കി കോൺസ്റ്റിറ്റ്യുവൻസി എന്ന് പറയുന്നത്. നമ്മൾ എപ്പോഴും ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇടുക്കി കോൺസ്റ്റിറ്റ്യുവൻസിയെ സംബന്ധിച്ചിട്ട് റോഷി അഗസ്റ്റിന് ഇടുക്കി കോൺസ്റ്റിറ്റ്യുവൻസി കാണാപ്പാടമാണ്. അവിടുത്തെ ഓരോ മനുഷ്യരെയും തിരിച്ചറിയാനും അവരുടെ ദൈനംദിന പ്രവർത്തനങ്ങളിൽ ഇൻവോൾവ് ആവുകയും ചെയ്തിട്ടുള്ള ഒരു MLA ആണ് റോഷി അഗസ്റ്റിൻ എന്ന് പറയുന്നത്. അതുകൂടാണ്ട് ഇപ്പോൾ ഈ അടുത്ത ദിവസങ്ങളിലൊക്കെ നമ്മൾ ഇടുക്കി നിയോജക മണ്ഡലത്തിൽ കൂടെയൊക്കെ സഞ്ചരിക്കുകയാണെങ്കിൽ അവിടുത്തെ റോഡുകളുടെയൊക്കെ ഒരു അവസ്ഥ നോക്കി, എത്ര മനോഹരമായ റോഡുകളാണ് അവിടെ ഉള്ളത്, എത്ര മനോഹരമായ റോഡുകളാണ്. 25 വർഷങ്ങൾ കൊണ്ട് അദ്ദേഹം ഇടുക്കി നിയോജക മണ്ഡലത്തിൽ ഉണ്ടാക്കിയിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ, അതുകൂടാതെ അദ്ദേഹത്തിന് വ്യക്തിപരമായിട്ട് ഉണ്ടാക്കി വെച്ചിട്ടുള്ള ബന്ധങ്ങൾ, ഈ ബന്ധങ്ങളെയൊക്കെ വിച്ഛേദിച്ചുകൊണ്ട് ഈ ഒരു UDFന്റെ പാനലിൽ നിന്ന് കോൺഗ്രസ് സ്ഥാനാർത്ഥി വന്നു കഴിഞ്ഞാൽ അവിടെ കൈപ്പത്തി ചിഹ്നത്തിൽ മത്സരിച്ചാൽ വിജയിക്കും എന്നൊക്കെയുള്ള ഒരു പ്രതീക്ഷയാണ് ആർക്കുള്ളത്, കോൺഗ്രസ് പാർട്ടി നേതാക്കന്മാർക്കുള്ളത്. പക്ഷെ അതത് എത്രത്തോളം സഫലമാകും എന്നുള്ളതിനെക്കുറിച്ച് നമുക്ക് സംശയമുണ്ട്. ഒരു കാര്യം നമുക്ക് ഉറപ്പിച്ചു പറയാൻ വേണ്ടിയിട്ട് സാധിക്കും, കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയാണ് വരുന്നതെങ്കിൽ ജോസഫിന്റെ ആൾക്കാർ കാലുവാരും. എന്തൊക്കെയാണ് എന്ന് പറഞ്ഞാലും ഇടുക്കി നിയോജക മണ്ഡലത്തിനകത്ത് കുറച്ച് കേരള കോൺഗ്രസ്സുകാരൊക്കെ ഉണ്ട്, കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പുകാരൊക്കെ ഉണ്ട് എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാനായിട്ട്. അപ്പോൾ ഈ കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പുകാർ കോൺഗ്രസ് സ്ഥാനാർത്ഥി കൈപ്പത്തി ചിഹ്നത്തിൽ മത്സരിച്ചാൽ അടി വലിക്കും എന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട. അതുകൂടാതെ ഇതിനെല്ലാം അതിജീവിച്ചുകൊണ്ട് PJ ജോസഫിന് തന്നെ ഇടുക്കി നൽകുന്ന ഒരു സാഹചര്യം ഉണ്ടായി എന്ന് വരിക. ഇടുക്കി നൽകുന്ന സാഹചര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ അവിടെ ആരെ സ്ഥാനാർത്ഥിയാക്കുമെന്നുള്ളത് PJ ജോസഫിനെ സംബന്ധിച്ചിട്ട് അടുത്ത പ്രശ്നമാണ്. അവിടെ ഇടുക്കിയിലുള്ള കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിന്റെ ജില്ലാ പ്രസിഡന്റിനെ സ്ഥാനാർത്ഥിയാക്കണമെന്ന് ഒരു പക്ഷം പറയുന്നുണ്ട്. PJ ജോസഫ് സാർ തന്നെ ഇടുക്കിയിൽ പോലും മത്സരിക്കണമെന്ന് പറയുന്ന ആളുകളുണ്ട്. അതല്ലെങ്കിൽ മകൻ അപ്പു ജോസഫിനെ മത്സരിപ്പിക്കണമെന്ന് പറയുന്ന ആളുകളുണ്ട്. ഇപ്പോൾ ആരെയാണ് ഇടുക്കിയിൽ മത്സരിപ്പിക്കുക എന്നുള്ള കാര്യം നമുക്കറിയത്തില്ല. ഇപ്പോൾ ഒന്നിനും വയ്യാതെ എറണാകുളത്ത് താമസമാക്കിയിട്ടുള്ള PC തോമസിന് ഇടുക്കിയിൽ മത്സരിക്കണമെന്ന് ആഗ്രഹമുണ്ട്. ഇങ്ങനെ കേരള കോൺഗ്രസ് ജോസഫിനകത്തും ആഗ്രഹങ്ങളുമായിട്ട് അല്ലെങ്കിൽ സ്ഥാനാർത്ഥി മോഹവുമായിട്ട് കുറേയധികം നേതാക്കന്മാരുണ്ട്. അപ്പോൾ ആര് സ്ഥാനാർത്ഥിയാകും എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു വിഷയം ഇവിടെ UDFനകത്ത് നിൽക്കുന്നത്. ഇപ്പോൾ ജോയ് വെട്ടിക്കുഴി വന്നാലും ജോയ് വെട്ടിക്കുഴിയെ കുറിച്ചൊക്കെ നമുക്ക് കൃത്യമായിട്ടൊരു ധാരണയുണ്ടല്ലോ. കാരണം അദ്ദേഹത്തിനൊക്കെ എത്രത്തോളം വിജയസാധ്യതയുണ്ട്, അല്ലെങ്കിൽ അദ്ദേഹത്തെ ഒരു MLA കാൻഡിഡേറ്റ് ആയിട്ട് ഇടുക്കിക്കാർ ആഗ്രഹിക്കുന്നുണ്ടോ, ഇങ്ങനെയുള്ള പല പല ചോദ്യങ്ങൾ ഇടുക്കിക്കാർ തന്നെ ചോദിക്കുന്നുണ്ട്. അതിനിടയിലാണ് CP മാത്യുവിന്റെ അവകാശവാദങ്ങൾ. CP
മാത്യുവിനെ സംബന്ധിച്ച് അദ്ദേഹം ഒരു ക്ഷിപ്ര ഗോപിയാണ്. അതുകൊണ്ട് CP മാത്യുവിന് കിട്ടിയിട്ടില്ലെങ്കിൽ ഒരുപക്ഷെ CP മാത്യു അവിടെ വേണമെങ്കിൽ വിമത സ്ഥാനാർത്ഥിയായിട്ട് ഒരു സൗഹൃദ മത്സരം നമുക്ക് UDF-കാർക്ക് നടത്താം എന്ന് പറഞ്ഞുകൊണ്ട് നടത്താനൊക്കെ സാധ്യതയുള്ളൊരു കക്ഷിയാണ്. കാരണം അദ്ദേഹം എന്ത് പ്രവർത്തിക്കുന്നു നമുക്ക് അറിഞ്ഞുകൂടാ. നമ്മളൊരു പ്രാവശ്യം കണ്ടിട്ടുണ്ട്. കാരണം മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഒരു പൊതുജന സമ്പർക്ക പരിപാടിയുമായിട്ട് ബന്ധപ്പെട്ടിട്ട് പൊതുജന സമ്പർക്ക പരിപാടി നവകേരള സദസ്സാണെന്ന് എനിക്ക് തോന്നുന്നു. ആ നവകേരള സദസ്സിൽ പോയിട്ട് അദ്ദേഹം ബഹളം ഉണ്ടാക്കുന്നതൊക്കെ നമ്മൾ കണ്ടതാണ്. അങ്ങനെയാണ് അദ്ദേഹം ഈ മെയിൻ സ്ട്രീം മീഡിയയിലേക്ക് അദ്ദേഹത്തിന്റെ മുഖമെത്തുകയും പിന്നീടാണ് അദ്ദേഹം DCCയുടെ പ്രസിഡന്റൊക്കെ ആയിട്ട് വരുന്ന ഒരു കാഴ്ച കണ്ടതാണ്. അപ്പോൾ ഏതൊക്കെയായാലും ഒരു കീറാമുട്ടിയായിട്ട് തന്നെയാണ് ഇടുക്കി ജില്ലയുടെ നിലവിലത്തെ സ്ഥാനാർത്ഥി നിർണ്ണയം UDF-ന് എന്ന് പറയാൻ വേണ്ടിയിട്ട് നമ്മൾ ആഗ്രഹിക്കുന്നു. അതുകൂടാതെ തന്നെ ഇടുക്കി നിയോജക മണ്ഡലത്തിൽ PJ ജോസഫ് ആയിരിക്കുമോ സ്ഥാനാർത്ഥി, അപ്പു ജോൺ ജോസഫ് ആയിരിക്കുമോ സ്ഥാനാർത്ഥി, അതോ ഇനിയിപ്പം CP മാത്യു ആയിരിക്കുമോ, ജോയി വെട്ടിക്കുഴി ആയിരിക്കുമോ, ഡീൻ കുര്യാക്കാസ് ആയിരിക്കുമോ? കാരണം സ്ഥാനാർത്ഥികളുടെ ഒരു നീണ്ട പട്ടിക കിടക്കുന്നുണ്ട്. അതോ ഇതിനെല്ലാം പുറമേയിൽ നിന്ന് ആരെങ്കിലും അവിടെ ഒന്ന് മത്സരിക്കുമോ? ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് ചോദ്യങ്ങൾ ഇനിയും അവശേഷിക്കുന്നുണ്ട്. ഏതൊക്കെയാലും UDF-ന് ഇടുക്കി ഒരു ബാലികേറാമലയായിട്ടുണ്ട് എന്നുള്ളത് ഒരു സത്യമാണ്. അതുകൂടാതെ റോഷി അഗസ്റ്റിൻ്റെ നിലവിലുള്ള ഒരു ജനകീയത അല്ലെങ്കിൽ ജനകീയ അടിത്തറയെ പൊളിക്കാൻ ശേഷിയുള്ള ഒരു സ്ഥാനാർത്ഥിയെ UDF എവിടെ നിന്ന് കണ്ടെത്തും എന്നുള്ളതും ഒരു പ്രധാനപ്പെട്ട ചോദ്യമായിട്ട് ഇവിടെ അവശേഷിക്കുന്നു.